യാതൊരു മര്യാദകളും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പൗരാകാശത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, മൗലിക അവകാശത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇവിടുത്തെ പോലീസുകാർ ഇവിടുത്തെ ദളിത് ജനവിഭാഗങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ബ്യൂറോക്രാറ്റ് സംവിധാനത്തിൽ മാടമ്പികളും പഴയ തമ്പുരാക്കന്മാരുടെ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന കാറ്റിയിട്ട കാപാലികന്മാരുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു സംശയം വേണ്ട. അതിനാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അടുത്ത കാലത്ത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയെയും സാമൂഹിക സമത്വത്തെയും വെല്ലുവിളിക്കുന്ന വിധത്തിലുള്ള പൈശാചികമായ വർണ്ണപരിയന്മാരുടെ ഒരു എടുത്തുചാട്ടം നമുക്ക് കാണാൻ കഴിയും. അത് വേടന്റെ കാര്യത്തിലാണെങ്കിലും ശരിയാ, ഇപ്പോൾ ആരോപിക്കപ്പെട്ട ബിന്ദുവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരിയാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണകൂടം പലപ്പോഴും ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികൾക്കെതിരെ ഒരു സസ്പെൻഷനിൽ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അത് കേട്ട് കൈയടിച്ചു പോകുന്ന ഒരു സംഘടനാ സംവിധാനമല്ല CSDS-നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമമനുസരിച്ച്, അട്രോസിറ്റി ആക്ട് അനുസരിച്ച് തന്നെ ഈ പ്രതികളെ കഴുത്തുറങ്കിലടയ്ക്കാനുള്ള നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു സസ്പെൻഷൻ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അട്രോസിറ്റി ആക്ട്? അട്രോസിറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലീസ് സേനാന്മാർ 7 വർഷം അകത്ത് കിടക്കും. അതുപോലെ തന്നെ ഈ കള്ളക്കേസ് കൊടുത്ത വ്യക്തിയും അല്ലെങ്കിൽ ആ ശ്രീമതിയും ഈ അട്രോസിറ്റി ആക്ടിനനുസരിച്ച് കേസെടുത്താൽ അവരും 7 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് ഈ ജനങ്ങളോട് കാണിക്കുന്ന ഈ ഇരട്ടമുഖം, ഇരട്ട നീതി അവസാനിപ്പിച്ചുകൊണ്ട് ഈ സസ്പെൻഷനിൽ ഞങ്ങൾ ഒതുങ്ങിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അട്രോസിറ്റി ആക്ട് അനുസരിച്ച് ഈ കാറ്റിയിട്ട കാപാലികനെയും ഈ കള്ളക്കേസ് കൊടുത്ത ശ്രീമതിയെയും അകത്താക്കി മാതൃകാപരമായിട്ട് പ്രവർത്തിക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് CSDS-ന്റെ ഈ സമര പ്രഖ്യാപനവും സമരജാഥയും ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.